ആരോഗ്യം അമൂല്യം. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മിഥുൻ ദാസ് PV. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ കുട്ടികളിൽ സാധാരണമായി കണ്ടുവരുന്ന ഒരു ന്യൂറോ സൈക്കാട്രിക് ഡിസോർഡറാണ് ADHD. ഇവ പ്രധാനമായും കാണുന്നത് ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന കുട്ടികൾ അല്ലെങ്കിൽ കൗമാരപ്രായക്കാരിലൊക്കെയാണ്. ADHD കൂടുതലായും കണ്ടുവരുന്നത് ആൺകുട്ടികളിലാണ്. ശ്രദ്ധക്കുറവ്, പിരിപിരിപ്പ്, എടുത്തുചാട്ടം, ക്ഷമയില്ലായ്മ എന്നിവയൊക്കെയാണ് ADHDയുടെ പ്രധാന ലക്ഷണങ്ങൾ. ADHD ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും 2 സാഹചര്യങ്ങളിൽ മുൻപേ പറഞ്ഞ ലക്ഷണങ്ങൾ ഒട്ടുമിക്ക സമയത്തും കാണണം. ഉദാഹരണം പറയുകയാണെങ്കിൽ, വീട്ടിൽ പഠിക്കാനുള്ള താല്പര്യക്കുറവ്, പഠിക്കാൻ ഇരുത്തിയാൽ പെട്ടെന്ന് എണീറ്റ് പോവുക, ഓട്ടവും ചാട്ടവും, ഉയർന്ന പ്രദേശങ്ങളിൽ കയറാൻ ശ്രമിക്കുക, അതുകാരണം അപകടങ്ങൾ വരുത്തി വെക്കുക. ഇനിയിപ്പോൾ സ്കൂളിലാണെങ്കിൽ മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുക, ക്ലാസ്സിൽ ശ്രദ്ധിക്കാതിരിക്കുക, ടീച്ചർ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഉത്തരം പറയാനുള്ള വ്യഗ്രത കാണിക്കുക, ക്ലാസ്സിൽ ഇറങ്ങി നടക്കുക എന്നിവയൊക്കെയാണ് കാണുന്നത്. മിക്കവാറും രക്ഷിതാക്കളോ ടീച്ചേഴ്സോ കംപ്ലയിൻസ് പറയുമ്പോഴായിരിക്കും നമ്മൾ ഈ ഒരു രോഗത്തെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ADHD ഉണ്ടാകാനുള്ള പല കാരണങ്ങളുണ്ട്. ഒന്ന് ജനറ്റിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജനിതക കാരണങ്ങൾ, ന്യൂറോ ട്രാൻസ്മിറ്റർ രാസവസ്തുവിലുള്ള വ്യതിയാനം, തലച്ചോറിലെ ഘടനയുടെ വ്യത്യാസം, പ്രഗ്നൻസി സമയത്തുള്ള അമ്മയുടെ പുകവലി, അമ്മ നേരിടേണ്ടി വരുന്ന സ്ട്രെസ്, ശരിയായ ഭക്ഷണശൈലി ഇല്ലായ്മ, ഡെലിവറി കോംപ്ലിക്കേഷൻസ്, ഉദാഹരണത്തിന് ലോ ബർത്ത് വെയ്റ്റ് ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ബർത്ത് ട്രോമ, കുട്ടികളുടെ തലച്ചോറിനെ നേരിട്ട് ബാധിക്കുന്ന രോഗങ്ങൾ, ഉദാഹരണത്തിന് മെനിഞ്ചൈറ്റിസ്, എൻസെഫലൈറ്റിസ്, തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അപസ്മാരം. സൈക്കോസോഷ്യൽ ഫാക്ടേഴ്സ്, ഉദാഹരണത്തിന് കുടുംബ പ്രശ്നം, മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്ക്, കുട്ടികൾ ചെറുപ്പത്തിൽ നേരിടുന്ന പീഡനങ്ങൾ, ഇതൊക്കെ ADHD ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. ADHDയുടെ ചികിത്സകൾ 2 രീതിയിലുണ്ട്: ഫാർമക്കോളജിക്കൽ, നോൺ ഫാർമക്കോളജിക്കൽ. ഫാർമക്കോളജിക്കൽ ചികിത്സാ രീതിയിൽ നമ്മൾ മരുന്നുകളുടെ സഹായം തേടുന്നു. പ്രധാനമായും ഉപയോഗിക്കുന്ന മരുന്ന് സ്റ്റിമുലൻ ഗണത്തിൽപ്പെട്ടതാണ്. നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ മരുന്നുകളുടെ സഹായമില്ലാതെ സൈക്കോസോഷ്യൽ ട്രീറ്റ്മെൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ സൈക്കോ എഡ്യൂക്കേഷൻ, പാരൻസിനെ ബോധവൽക്കരിക്കുന്നു. കുട്ടികൾക്ക് അനാവശ്യമായ പണിഷ്മെൻറ്റ് കൊടുക്കാതിരിക്കുക, അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കുക, നല്ല സ്വഭാവങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, സ്കൂളിൽ ആണെങ്കിൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തുക, പഠനത്തിൽ മറ്റു കുട്ടികളുടെ സഹായം തേടുക എന്നിവയൊക്കെയാണ്. ഈ രോഗത്തിൻ്റെ ഗതി പറയുകയാണെങ്കിൽ സാധാരണയായി 12 തൊട്ട് 20 വയസ്സാകുമ്പോൾ തീവ്രത കുറഞ്ഞു വരും. ആദ്യം പോകുന്നത് ഹൈപ്പർ ആക്ടിവിറ്റി, അവസാനം പൊതുവെ പോകുന്നത് ശ്രദ്ധക്കുറവുമാണ്. ഇനി കൃത്യമായ ചികിത്സ എടുത്തില്ലെങ്കിൽ ഇതിന് പല കോംപ്ലിക്കേഷനിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് പഠന വൈകല്യങ്ങൾ, കണ്ടക്ട് ഡിസോർഡർ, ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, ഡിപ്രഷൻ അഥവാ വിഷാദം എന്നിവയിലേക്ക് പോവാൻ സാധ്യതയുണ്ട്. ADHD അഥവാ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കോഴിക്കോട് KMCT മെഡിക്കൽ കോളേജിലെ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ മിഥുൻ ദാസ് PV.